രാജ്യതലസ്ഥാനത്തേക്ക് പോകുകയാണ്. പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനം തുടരുന്നു. ഈ SIR വിഷയത്തിൽ ഇന്നും പാർലമെന്റിൽ ചർച്ച തുടരുകയാണ്. ആ ചർച്ചയ്ക്ക് വൈകുന്നേരം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി നൽകും. ഒപ്പം ഈ SIR ചർച്ചയുമായി ബന്ധപ്പെട്ട് BJP മുന്നോട്ട് വെച്ച ചില വിഷയങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ നമുക്ക് ഓർക്കേണ്ടതുണ്ട്. അതായത് UPA ഭരണകാലത്ത് രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനങ്ങളുടെ എല്ലാം തലപ്പത്ത് രാഹുലിൻ്റെയും സോണിയയുടെയും അടുപ്പക്കാരാണ് എന്നൊരു വിമർശനം BJPയുടെ ഭാഗത്തു നിന്നുണ്ടായി. മാത്രമല്ല, രാജ്യത്തെ ആദ്യത്തെ വോട്ട് ചോരി എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു സർദാർ വല്ലഭഭായ് പട്ടേലിനെ വെട്ടി പ്രധാനമന്ത്രിയായതാണ് എന്ന വിമർശനം BJP ഇന്നലെ പാർലമെന്റിൽ ഉന്നയിച്ചിരുന്നു. ഇതിൻ്റെ എല്ലാം തുടർ ചർച്ചയാണ് ഇന്നിപ്പോൾ പാർലമെന്റിൽ നടക്കാൻ പോകുന്നത്. ജിഷ്ണു കൃഷ്ണൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്നും ചേരുന്നു. ജിഷ്ണു, ഈ സർദാർ പട്ടേലാണ് ഭാരതത്തിൻ്റെ ആദ്യത്തെ പ്രധാനമന്ത്രി ആകേണ്ടിയിരുന്ന വ്യക്തി എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം 1947 രാഷ്ട്രം വിഭജിക്കപ്പെട്ട ശേഷം അന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മുഴുവൻ പ്രദേശ് കമ്മിറ്റികളുടെയും ഒരു വോട്ടെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ ജവഹർലാൽ നെഹ്റുവിനെ ഒരൊറ്റ PCC പോലും അന്ന് അംഗീകരിച്ചിരുന്നില്ല. അതായത് മഹാത്മാഗാന്ധിയുടെ നോമിനിയായി നെഹ്റു നിൽക്കുന്ന ഘട്ടത്തിൽ പോലും ഗുജറാത്ത് PCC പോലും ഈ പറയുന്ന നെഹ്റുവിനെ തള്ളിക്കൊണ്ടുള്ള നിലപാട്, അതായത് ഗാന്ധിയുടെ സ്വന്തം നാട്ടിൽ നിന്നുള്ള PCC പോലും നെഹ്റുവിനെ അംഗീകരിച്ചില്ല എന്നത് ഒരു ചരിത്ര വസ്തുതയാണ്. എന്തായാലും BJP അതാണല്ലോ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് വോട്ട് ചോരി എന്ന് പറഞ്ഞാൽ അത് ഭാരതത്തിൻ്റെ ആദ്യ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പട്ടേലിനെ വെട്ടി നെഹ്റു കയറിയിരിക്കുന്നു. അതാണ് യഥാർത്ഥ വോട്ട് ചോരി എന്ന് BJP പാർലമെന്റിൽ ചൂണ്ടിക്കാണിക്കുന്നു. എന്തായാലും അത്തരം ചൂടേറിയ ചർച്ചകൾ ഇന്നും ഉണ്ടാകുമല്ലോ, പ്രതീക്ഷിക്കാമല്ലോ. പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനം തുടരുമ്പോൾ ഇന്ന് SCR-മേലുള്ള ചർച്ച വീണ്ടും ആവർത്തിക്കും. ഇന്നലെയാണ് വോട്ടർ പട്ടികയിലെ തീവ്ര പരിഷ്കരണത്തിന്മേലുള്ള ചർച്ച ആരംഭിച്ചത്. ഗൗതം ചൂണ്ടിക്കാട്ടിയതുപോലെ രാഹുൽ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളും പ്രതിപക്ഷ സഖ്യവും നിലവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങൾ പാർലമെന്റിൽ ഉന്നയിച്ചപ്പോൾ അതിന് BJPയുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഭരണകക്ഷിയുടെ ഭാഗത്തുനിന്ന് കൃത്യമായിട്ടുള്ള മറുപടി ഇന്നലെ നൽകിയിരുന്നു. അതായത് നിലവിൽ യാതൊരു തരത്തിലുമുള്ള ക്രമക്കേടുകൾ, വസ്തുതകളുടെ അടിസ്ഥാനത്തിലുള്ള ക്രമക്കേടുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയോ തെരഞ്ഞെടുപ്പ് നടപടികൾക്കെതിരെയോ ചൂണ്ടിക്കാണിക്കാൻ പ്രതിപക്ഷത്തിന് സാധിക്കില്ല. അത്തരത്തിൽ മെറിറ്റിന്റെ അടിസ്ഥാനത്തിലാണ് നിയമനങ്ങൾ നടക്കുന്നതും ഭരണഘടനാ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നതും. എന്നാൽ UPA ഭരണകാലത്ത് രാഹുലിന്റെയും സോണിയയുടെയും അടുപ്പക്കാരായിരുന്നു ഭരണഘടനാ സ്ഥാപനങ്ങളെ നിയന്ത്രിച്ചിരുന്നത്. ആ ഓർമ്മയിലായിരിക്കാം കോൺഗ്രസ് നേതാക്കൾ ഇവിടെ പ്രസംഗിക്കുന്നത്. കൂടാതെ ഗൗതം ചൂണ്ടിക്കാട്ടിയതുപോലെ രൂക്ഷമായിട്ടുള്ള വിമർശനം നിലവിൽ വോട്ട് ചോരി എന്ന് പറയുന്ന കോൺഗ്രസ് ആലോചിക്കേണ്ടത് രാജ്യത്തെ ആദ്യത്തെ വോട്ട് ചോരി നടന്നത് സ്വതന്ത്രാനന്തര ഭാരതത്തിൽ സർദാർ വല്ലഭഭായ് പട്ടേലിനെ വെട്ടിക്കൊണ്ട് ആദ്യ പ്രധാനമന്ത്രിയായി ജവഹർലാൽ നെഹ്റു സ്ഥാനമേറ്റതാണ് രാജ്യത്തെ ആദ്യത്തെ വോട്ട് ചോരി. ഗൗതം ചൂണ്ടിക്കാട്ടിയതുപോലെ ആ സമയത്ത് മുഴുവൻ പിന്തുണയും പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് എത്തിയത് സർദാർ വല്ലഭഭായ് പട്ടേലിനാണെങ്കിൽ അവിടെ അത് വെട്ടുമാറ്റിക്കൊണ്ട് ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായ സാഹചര്യവും ആ സ്വാർത്ഥമായിട്ടുള്ള നിലപാടിനെയും ചോദ്യം ചെയ്തുകൊണ്ടാണ് ഈ വോട്ട് ചോരിയെ BJP ഭരണകക്ഷി നേതാക്കൾ ഓർമ്മിപ്പിച്ചിട്ടുള്ളത്. കൂടാതെ വ്യക്തമാക്കിയത് രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നു. ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ചൂണ്ടിക്കാട്ടിയാൽ അതിനെതിരെ നടപടി ഉണ്ടാകും. അതല്ല, SIR എന്നുള്ളത് രാജ്യത്തെ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ ഇല്ലാതാക്കുന്നതിനും അനധികൃതമായി വോട്ടവകാശം നേടിയവരെ മുഴുവൻ പുറത്താക്കാനും വോട്ടവകാശമുള്ള മുഴുവൻ ആളുകളെയും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താനുമാണ്. അത് രാജ്യം മുഴുവൻ നടപ്പാക്കുമെന്ന പ്രഖ്യാപനവും ഈ വേളയിൽ ഭരണപക്ഷം നടത്തിയിട്ടുണ്ട്. ഒപ്പം ഈ ചർച്ചകൾക്കൊടുവിൽ ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി SCR ചർച്ചകൾക്ക് മറുപടി പ്രസംഗം നടത്തും. ആ വേളയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകൾ, വോട്ടെടുപ്പിനും ഒപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷനുമെതിരെ രാഹുൽ ഉൾപ്പെടെയുള്ളവർ പാർലമെന്റിൽ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾക്കും കൃത്യമായ മറുപടി നൽകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഗൗതം, പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനം തുടരുകയാണ്. SIR-മായി ബന്ധപ്പെട്ട് ഇന്നും പാർലമെന്റിൽ ചർച്ച പുരോഗമിക്കും. വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയ്ക്കിടയിൽ കഴിഞ്ഞ ദിവസം ചില ചരിത്ര വസ്തുതകൾ വിശദീകരിച്ചാണ് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കാൻ BJP ശ്രമിച്ചത്. ഭാരതത്തിൻ്റെ പ്രഥമ പ്രധാനമന്ത്രി സ്ഥാനത്തെത്തേണ്ട സർദാർ വല്ലഭഭായ് പട്ടേലിനെ എങ്ങനെയാണ് ജവഹർലാൽ നെഹ്റു വെട്ടിയത്, എങ്ങനെയാണ് ആദ്യത്തെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് നെഹ്റു കയറിയിരുന്നത്, ആ ചരിത്രം ഉദ്ധരിച്ചുകൊണ്ട് അതാണ് സ്വതന്ത്രാനന്തര ഭാരതത്തിൻ്റെ ചരിത്രത്തിലെ ആദ്യത്തെ വോട്ട് ചോരി എന്നാണ് പാർലമെന്റിൽ BJP MPമാർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഇത്തരം തീവാറുന്ന സംവാദം ഇന്നും ഈ SIR വിഷയത്തിൽ ഉണ്ടാകും. വൈകുന്നേരം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ വിഷയത്തിൽ പാർലമെന്റിൽ മറുപടി നൽകും എന്ന് ജിഷ്ണു കൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു.